അപ്പൊ നമ്മള് ചെറിയ കളികളൊന്നുമല്ല, ഇനി വലിയ കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്ത് കളിയാണ് ഉദ്ദേശിച്ചത്? കളി എന്ന് പറഞ്ഞാൽ ഗെയിമിലേക്ക് പ്ലേയിലേക്ക്. ആ കളിനെ കുറിച്ചാണ് എണ്ണം പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയ ഗെയിം. ആ കളി പറ. എന്താ നീ എന്ത് കളിക്കാൻ പോണേ? അതല്ലേ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു ഇത്രയും നാളത്തെ പെർഫോമൻസ്, ഇത്രയും നാളത്തെ ഇന്നത്തെ വരെ പെർഫോമൻസ് വെറും ഇന്റർവെല്ലിൽ മാത്രം. ഇനി കളികൾ കാണാൻ പോകുന്നു. ഇനി പെരേരയുടെ മുട്ടൻ കളി കാണാൻ കിടക്കണില്ല. വീഡിയോ ഇറങ്ങും. സോഷ്യൽ മീഡിയയിലെ മറ്റേ ഒരുപാട് ഹൈപ്പിലേക്ക് ഇനിയും വരാം. എടാ ന്യൂഡ് വീഡിയോ ഇറങ്ങുന്ന ഒരു എണ്ണം പേടിപ്പിച്ചിട്ടുണ്ട്. ഇവരോടൊന്നും പറഞ്ഞു അഡ്വാൻസ് ആയിട്ട്. അത് വരപ്പം നോക്കാം. നമ്മള് തളരാൻ പോകുന്നില്ല. നമ്മൾ ഇത്രയും നാളും അത് ഇടും. കാരണം പുള്ളിക്ക് ഭയങ്കര ഈഗോ അല്ലേ. മമ്മൂട്ടി ഒരു എക്സാമ്പിൾ പറയുകയാണ്. മമ്മൂക്ക ലാലേട്ടൻ എന്നുള്ള ലെജൻസ് തമ്മിൽ സിനിമയിൽ മത്സരമുണ്ട്. പക്ഷെ പൊതു കാര്യങ്ങൾ എന്താ പറയാ, അവർക്ക് ഇടയിലുള്ള ഒരു ഈഗോ ഇല്ല. പക്ഷേ സന്തോഷ് വർഗിക്ക് എനിക്കിടയിൽ ഭയങ്കര ഈഗോ ഉണ്ട്. കാരണം ചില സമയത്ത് പുള്ളിക്ക് അറ്റൻഷൻ സീക്കിങ്ങിന്റെ ചില പ്രോബ്ലം ഉണ്ട്. ചില സമയത്ത് പുള്ളിനെ അവഗണിക്കുന്നു. കാരണം മറ്റേ മീഡിയ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അവരുടെ താല്പര്യമല്ലേ. കാരണം ജനങ്ങളല്ലേ കമന്റ്സ് ചെയ്തത്. ഇപ്പൊ മീഡിയക്കാരാണെങ്കിലും കുറെയൊക്കെ നോക്കുമല്ലോ. ജനങ്ങൾക്കിടയിൽ നിന്ന് ആൾക്കാരാ പറയും നമ്മൾ സൂപ്പർ സ്റ്റാർ ആണ്. അവർ കാണുമ്പോൾ അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് പലർക്കും